ഇതൊരു വിവാദമാക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊരു ചർച്ചയാക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇത് ചർച്ചയാക്കിയിട്ട് വിവാദമാക്കുന്ന വിവരക്കേട് വിളിച്ചു പറയുക എന്നാ മനസ്സിലാകുക. അല്ലാതെ കാളിമാരെടുത്ത് വീഴ്ച വന്നിട്ടൊന്നുമില്ല. കാളിമാരുടെ വ്യക്തമായിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മളിങ്ങനെ പറയുമ്പം നമ്മളുടെ വിവരക്കേടാണ് ഈ വിളിച്ചു പറയുന്നതൊക്കെ. ഇതൊക്കെ ഇതിൻ്റെ മുമ്പും ഇതൊന്നും സോഷ്യൽ മീഡിയ ഒക്കെ ഇപ്പോൾ വന്നതല്ലേ. ഈ പറയുന്നതൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിലും കാളിമാർ മാസർപ്പിക്കലുണ്ട്. അപ്പോൾ ഒരു പക്ഷേ എല്ലാ നാട്ടിലും ഒരുപോലെ ഒന്നുമല്ല, വ്യത്യസ്തമായ രൂപത്തിൽ വരാറുണ്ട്. അതൊന്നും വിവാദങ്ങളാവാറുമില്ല. ഇപ്പം അല്ലെങ്കിലും ഏതും അങ്ങനെ തന്നെയാണല്ലോ, ഏതൊരു വിഷയമാണല്ലോ വിവാദങ്ങളാവുകയാണ്. അപ്പം അതുകൊണ്ട് അതൊന്നും വെറുതെ ചർച്ചയാക്കി കൊണ്ടുവന്നുണ്ടാ കാളിമാരെ മേലെ നമ്മൾ പൈചാരേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ പിന്നെ അവിടെ ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഇങ്ങനെ കയറി വരുന്നു. ഇതിപ്പോ ഉച്ചന്റെ ശേഷമൊക്കെയല്ലേ ഉറപ്പിച്ചത്, അപ്പൊ രാത്രി തന്നെ ഉറപ്പിക്കണ്ടേ? അത് നമ്മൾക്ക് അങ്ങനെ അറിയുള്ളൂ, അതുകൊണ്ടാണ് നമ്മളത് പറയണത്. അതിനെപ്പറ്റി പഠിച്ചാൽ പ്രശ്നം തീർന്നു. ഉച്ചന്റെ ശേഷം അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? അതിനെപ്പറ്റി ഒന്ന് പഠിച്ചാൽ മതി. അപ്പൊ പിന്നെ എന്താ ആ പ്രശ്നം തീരും. ആ പഠിച്ചതിന് ശേഷം പിന്നെ പറയുമ്പോൾ എന്താവും? ആ പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അത് പഠിക്കാതെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു നിലക്കും മേഘം മൂടിയണല്ലോ, അപ്പോൾ ഒന്ന് കാണൂലല്ലോ, പിന്നെ എവിടെ കണ്ടത്, എന്താ കണ്ടത്, ആര് കണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊക്കെ വ്യക്തമായിക്കൊണ്ട് മറുപടികൾ നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഇടയിൽ വന്നിട്ട് റമദാനിന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ നീതിമാനായ ഒരാൾ കാളിന്റെ മുമ്പിൽ പറയാണ് ഞാൻ മാസം കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കാളി വിധിച്ചോളം. അപ്പൊ പിന്നെ ഒരു നോമ്പ് കഴിഞ്ഞു പോയി ഉണ്ടാകും. ശരിക്ക് നമ്മൾ ഉറപ്പിച്ചു വെച്ച പ്രകാരം നോക്കുന്ന സമയത്ത് അതിന് മുമ്പേ റമദാൻ അയക്കണ്. അത് റമദാനിന്റെ ചർച്ചയാണ്. ഇതിപ്പോ ഈ പറയുന്ന മുഹറത്തിന്റെ ചർച്ച അവിടെ കയറി വരുന്നത്. ഞാനത് ചെറുതാക്കി പറയല്ല. റമദാൻ എന്ന് പറയുമ്പോൾ നോമ്പ് നിർബന്ധമല്ലേ, അത് പ്രശ്നമല്ല. ഇവിടെ ഇപ്പൊ നിർബന്ധമൊന്നുമില്ലല്ലോ. നേർച്ചയാക്കിയവർക്ക് മാത്രമേ നിർബന്ധമാവുള്ളൂ, അല്ലാത്തവർക്ക് നിർബന്ധം. അപ്പൊ അതിൽ പോലും വ്യക്തമായിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ ആകുമ്പം ഉറപ്പിക്കും കാളി, അപ്പൊ ഒരു നോമ്പ് ഖളാ വീട്ടേണ്ടി വരും. ഇത് വ്യക്തമല്ലേ? ഇത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ മഹാനായ ഖാത്തിമുൽ മുഹഖഖീൻ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിൽ ഇതാ പറയുന്നു വ്യക്തമായിട്ടും. ഈ പറയുന്ന മാസപ്പിറവി കാളിന്റെ മുമ്പിൽ സ്ഥിരപ്പെടുന്ന എങ്ങനെയൊക്കെയാണ് ഓരോന്ന് ഉറപ്പിക്കൽ ഓരോ രൂപങ്ങൾ ഉണ്ടാവില്ല, അത് പറയുന്നിടത്തുണ്ടോ. റമദാനിന്റെ ഇടയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞ് സുബൂത്താക്കുകയാണ്. അയാൾ നീതിമാനായ ഒരാൾ വന്ന് കാളിന്റെ മുമ്പിൽ തീരുമാനിക്കുമ്പം അതും സ്ഥിരപ്പെട്ടു പോകും. അവിടെ മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു തുഹ്ഫ വിശദീകരിച്ചു ആശത്തു ഷർവാനിയിലൂടെ. ഏതായാലും എന്താണ് ഈ പറയുന്ന ഒരാൾ മാസം കണ്ടു എന്ന് പറഞ്ഞാണ്ട് വരുന്ന എന്താണ്, അയാൾ പിറ്റേ ദിവസം വന്നിട്ടോ അല്ലെങ്കിൽ മുമ്പ് ഇപ്പൊ ഞാൻ ഇന്നലെ മാസം കണ്ടിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പൊ ഇന്നലെ ഞാൻ മാസം കണ്ടിട്ടുണ്ട് ഇന്ന് വന്നിട്ടാ പറയുന്നത്. അങ്ങനെ ആയാൽ ഈ പറയുന്ന കാളിന് മുമ്പിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് സ്ഥിരപ്പെടലായി. അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ പ്രതിവിധി എന്താ ഉണ്ടോ? ഈ പറയുന്ന റമദാൻ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അപ്പൊ ഒരു നോമ്പ് ഖളാ വീട്ടിക്കൊള്ളണം വ്യക്തമായിട്ട് പറയുന്നു.